ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. ഒരുപാടധികം റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ബോട്ടണി ബണ്ണി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനലിലും അതുപോലെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഒരുപാടധികം സ്റ്റുഡൻസ് ഉണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ളവര്, വീട്ടമ്മമാര്, ജോലി ചെയ്യുന്നവര്, സ്റ്റുഡൻസ് എന്നിങ്ങനെ പലരും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ആഗ്രഹമാണ് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യുക, കൂടാതെ നല്ലൊരു ഗവൺമെന്റ് ജോബ് നേടിയെടുക്കുക എന്നുള്ളത്. പല കാറ്റഗറി ഓഫ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെ നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ മാറ്റേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ആർ യു റെഡി ടു സ്റ്റഡി സ്മാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഐ എം റെഡി എന്ന് പറയുന്നവരുണ്ട്, ആയിട്ടില്ല മിസ്സേ എന്ന് പറയുന്നവരുണ്ട്. എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എക്സാമിന് പഠിക്കാൻ നിങ്ങൾ റെഡി ആവുക എന്നുള്ളതാണ്. ഇനി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിനും ഒരുപാടധികം പങ്കുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിള് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ്, വാട്ടർ ബോട്ടിൽ, പെന്ന് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പഠനത്തെക്കുറിച്ചാവട്ടെ. നിങ്ങൾ യൂട്യൂബിൽ കയറിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കോ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി കയറിയാൽ തന്നെ നിങ്ങൾ കാണുന്നത് സ്റ്റഡി മോട്ടിവേഷനോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ബന്ധമുള്ള വീഡിയോസോ ആയിക്കോട്ടെ. മറ്റുള്ളതെല്ലാം തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ട്രാക്ഷൻസ് നിങ്ങളാൽ കഴിയുന്ന വിധം മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം രാവിലെയോ രാത്രിയോ ആയിക്കൊള്ളട്ടെ, അവിടെ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. ആ ഒരു ടോപ്പിക്കിന് പൂർണ്ണമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് യോജ്യമായ ഒരു ടൈം മാറ്റി വയ്ക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഉള്ള കുറച്ച് സമയമാണെങ്കിൽ കൂടെ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ഇനി അഥവാ അങ്ങനെ പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്രേക്ക് എടുക്കുക. എന്ന് വെച്ചിട്ട് ബ്രേക്ക് മാത്രമായി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാം. അതിനുശേഷം 5 മിനിറ്റിൻ്റെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ടൈമർ വെച്ചുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഓരോ ടോപ്പിക്കിന് 25 മിനിറ്റ് എന്നുള്ള രീതിയിൽ അലോട്ട് ചെയ്തുകൊണ്ട് 5 മിനിറ്റ് ബ്രേക്കുകൾ അനുവദിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു 4-5 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ബ്രേക്കുകൾ എടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ മൈൻഡിൽ കയറുന്നതിനും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് എടുക്കാവുന്നതാണ്. വേറെ ആരുടെ നോട്ട്സ് നിന്ന് പഠിക്കുന്നതിനേക്കാളും ആ നോട്ട്സ് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ് ആണ് എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടാനായിട്ട് പോകുന്നത്. അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ മൈൻഡ് മാപ്പിംഗ് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോൺസെപ്റ്റുകൾ, അതിൻ്റെ റിലേഷൻഷിപ്സ്, ഐഡിയാസ് ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വാരി വലിച്ച് നോട്ട്സ് എഴുതാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. അതുകൊണ്ട് തന്നെ എസ്സേ കണക്കിന് എഴുതി വെക്കേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. അതിനാൽ തന്നെ കണ്ടന്റ് മനസ്സിലാക്കുക, ടോപ്പിക്സ് പഠിച്ചു പോവുക, ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം കൂടെ തന്നെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് കൂടുതലാവുന്നത് കാണാനായിട്ട് സാധിക്കും. ആ ഇൻഫോർമേഷനെ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാലോ, ദൃശ്യമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മൈൻഡിൽ എഫക്റ്റീവായിട്ട് കയറുന്നത്. അതുകൊണ്ട് ദൃശ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഥ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ചിത്രങ്ങളായിട്ടോ നിങ്ങളുടെ മൈൻഡിലോട്ട് ആ ഒരു ടോപ്പിക്കിനെ ഉള്ളിൽ കയറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് ദ ഫെയ്ൻമാൻ ടെക്നിക്ക്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടോപ്പിക്ക് നിങ്ങൾ പിക്ക് ചെയ്തതിനു ശേഷം പഠിച്ചതിന് ശേഷം നോട്ട്സ് ഉണ്ടാക്കി വായിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം
അപ്പുറത്തിരിക്കുന്ന ആളോട്, ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് നിങ്ങൾ എങ്ങനെ സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുമോ ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നമുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾക്ക് പോരായ്മകളുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ മനസ്സിലാക്കുന്ന ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്ന ആ ഒരു മൊമെന്റ് ഓർത്ത് വെച്ച് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്താണ് ക്ലാരിറ്റി കുറവുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് എഗെയിൻ ആ ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട്സ് ഏതെന്ന് കുറിച്ച് വെച്ച് അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. ആദ്യത്തെ ദിവസം നിങ്ങൾ പഠിച്ച ആ ഒരു ടോപ്പിക്ക് എഗെയിൻ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേനും എഗെയിൻ ഒന്ന് വായിച്ചു പോവാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിൽ നിന്ന് തന്നെ ആവട്ടെ. എഗെയിൻ നമ്മൾ 10ാമത്തെ ദിവസം എഗെയിൻ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇങ്ങനെ പിന്നെയും കൂടെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയാനായിട്ടുള്ള കാരണമാകും. ഇങ്ങനെ കൂടെയുള്ള സെൽഫ് റിവിഷൻ വഴി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയി എന്ന് തോന്നുന്ന ആ ഒരു ടോപ്പിക് എടുത്ത് എഗെയിൻ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നോട്ട് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത് അതൊന്ന് കുറിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം എഗെയിൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഷോർട്ട് നോട്ടുമായിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം മേ ബി 1-2 പോയിന്റ് അവിടെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. ആ ഒരു ടോപ്പിക്കിന് കൂടുതലായിട്ടും അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെയാണ് ബ്ലർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പഠിച്ച ടോപ്പിക്ക് ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം ക്വിസ് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് എത്രത്തോളം ഐഡിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നതിന് ആക്റ്റീവ് റീകോളും ക്വിസും അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടന്നുറങ്ങുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം അല്ലേ? അങ്ങനെ ഓരോ ദിവസത്തെയും ടാർഗറ്റ് അത് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാനായിട്ടും സക്സസിനോട് കൂടുതലായിട്ട് നിങ്ങൾ അടുത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ടും ഇടവരണം. അങ്ങനെ ഓരോ ദിവസവും സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോയാൽ ഒരു രീതിയിലും എക്സാം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല. ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കൂടുതലായിട്ട് എന്ത് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.